ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർക്ക് അതുപോലെ തന്നെ ജൂതന്മാർക്കൊക്കെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത ഉണ്ടെന്ന് പറഞ്ഞല്ലോ. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ഇസ്രയേൽ അതീവ നിർണായകമായ ഒരു തീരുമാനമെടുത്തു. ലോകത്തിലെ ക്രൈസ്തവരും ജൂതന്മാരും ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്നതാണ് യെരുശലേം അവരുടേതാവണം. അപ്പോൾ യെരുശലേമിൻ്റെ അവസ്ഥ, യെരുശലേം ഇസ്രയേലിലാണെങ്കിൽ പോലും അതിനകത്ത് പലസ്തീൻ അതോറിറ്റിക്ക് കൂടെ കുറേ ഉണ്ട്, അവർക്ക് കുറേ അധികാരമുണ്ട്. അങ്ങനെ പലസ്തീൻ അതോറിറ്റിക്ക് എക്സ്ക്ലൂസീവായിട്ട് കുറിച്ചിരുന്ന ഒരു സ്ഥലമുണ്ട്, സോളമൻ്റെ തടാകം. ആ ടെമ്പിൾ മൗണ്ട് ലോകത്തിലെ ക്രൈസ്തവർക്കും മുസ്ലിമുകൾക്കും ജൂതന്മാർക്കും ഒരേപോലെ പ്രധാനപ്പെട്ട സ്ഥലമാണ് ടെമ്പിൾ മൗണ്ട്. കാരണം അവിടെ നിന്നാണ് അവിടെ ഏറ്റവും വിശുദ്ധമായ സോളമൻ്റെ കാലത്ത്, ദാവീദിൻ്റെ കാലത്തൊക്കെ നിർമ്മിച്ചിരുന്ന യഹൂദന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയം അവിടെയായിരുന്നു. അത് 2 തവണ തകർക്കപ്പെട്ടു. ഇനി 3ാമത് അത് നിർമ്മിക്കപ്പെടും. അപ്പോഴേക്ക് യേശുദേവൻ ഒലീവ് മലയിൽ പ്രത്യക്ഷപ്പെടുമെന്നൊക്കെയാണ് ക്രൈസ്തവർ വിശ്വസിക്കുന്നത്, ജൂതന്മാരും വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും വിശുദ്ധമായ ടെമ്പിൾ മൗണ്ട് അതിപ്പോൾ ഈ ഒരു വഖഫ് നിയമപ്രകാരം ഈജിപ്തിൻ്റെ ഈ ജോർദാൻ്റെയൊക്കെ അധീനതയിൽ ഒരു കരാറുണ്ട്. അങ്ങനെ സ്റ്റാറ്റസ് കോ കരാറിൻ്റെ ഭാഗമായി മുസ്ലിമുകൾക്ക് കൂടി അവകാശപ്പെട്ടതായി വെച്ചിരിക്കുകയാണ്. അവിടെയാണ് അൽ അക്സ മോസ്ക് ഉള്ളത്. അവിടുത്തെ 2 ക്ഷേത്രങ്ങൾ, ടെമ്പിൾസ്, ജൂതന്മാരുടെ 2 ടെമ്പിൾസ് തകർത്തിട്ട് അവിടെ ഉണ്ടാക്കിയതാണ് അൽ അക്സ മോസ്ക്. അവിടെ ഇപ്പോൾ അതിൻ്റെ നിയന്ത്രണം ഈ പറഞ്ഞ പോലെ ഇസ്ലാമിക രാജ്യങ്ങൾക്കാണ്. പലസ്തീൻ്റെ ഉടമസ്ഥാവകാശം ഭാഗികമായി സംബന്ധിച്ച് യെരുശലേമിനോട് ചേർന്ന് ഇസ്രയേലിൻ്റെ മണ്ണിൽ അനുവദിച്ചു കൊടുത്തിരിക്കുന്ന സ്ഥലമാണ്. അത് ഞങ്ങളുടേതാണ്, തിരിച്ചു കിട്ടണമെന്ന് ജൂതന്മാരുടെ ആവശ്യമാണ്, ക്രൈസ്തവരുടേതാണ്. ക്രൈസ്തവർക്ക് അത് ജ്യൂസിന് കിട്ടിയാൽ മതി, ഇസ്രയേലിന് കിട്ടിയാൽ മതി, ക്രൈസ്തവർക്ക് പ്രശ്നമൊന്നുമില്ല. ഇത് രണ്ടും ഒന്നിച്ചു പോകുന്ന ഒരേ ധാരകളാണ്. അപ്പോൾ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സോളമൻ്റെ തടാകം. സോളമൻ രാജാവ്, ബൈബിളിൽ പറയുന്ന സോളമൻ നിർമ്മിച്ച തടാകം എന്നാണ് പറയുന്നത്. കരിങ്കല്ല് കൊണ്ടുണ്ടാക്കിയ 3 പ്രധാനപ്പെട്ട പോണ്ടുകളാണ്. ഈ പോണ്ടുകൾ ഹെറോഡോട്ടസ് രാജാവുണ്ടല്ലോ, അദ്ദേഹം ഭരിച്ചിരുന്ന കാലത്ത് അക്വഡിറ്റ് എന്ന് കിട്ടുന്നുണ്ട്. അക്വഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ചിലയിടത്തൊക്കെ കാണാം, ഈ ജലസേചനത്തിന് വേണ്ടി വെള്ളം കൊണ്ടുപോകാൻ വലിയ പില്ലറുകൾ ഉണ്ടാക്കി മോളിൽ കൂടെ കനാൽ പോകും. അക്വഡിറ്റ് ചില സ്ഥലങ്ങളിൽ നമ്മുടെ നാട്ടിൻപുറത്ത് പലയിടത്തും, ഇവിടെ ആലുവയിൽ പോയി കാണാം, കോട്ടയത്ത് പോകുമ്പോൾ കുറുപ്പന്തറക്കടുത്ത് മോളിൽ കൂടെ അക്വഡിറ്റ് പോകും, അക്വഡിറ്റ്. അപ്പോൾ ഈ സോളമൻ്റെ തടാകത്തിൽ നിന്ന് ഹെറോഡോട്ടസിൻ്റെ കാലത്ത് അക്വഡിറ്റ് വഴി യെരുശലേം പട്ടണത്തിലും ഹെറോഡോട്സിൻ്റെ കൊട്ടാരത്തിലേക്കും കുടിവെള്ളം, ശുദ്ധജലം എത്തിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ തടാകങ്ങളാണ് സോളമൻ്റെ തടാകം. അപ്പോൾ ബൈബിൾ കാലഘട്ടം മുതൽ തന്നെ ക്രൈസ്തവർ, ജൂതന്മാരൊക്കെ അതിവിശിഷ്ടമായി കരുതുന്ന ഈ സ്ഥലം തർക്കമുണ്ടായതിനു ശേഷം പലസ്തീൻ അതോറിറ്റിക്ക് വിട്ടുകൊടുത്തിരിക്കുകയായിരുന്നു. അവിടേക്ക് മറ്റാർക്കും പ്രവേശനമില്ലായിരുന്നു. ഇന്നലെ IDF, ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് അവിടെ തുറന്നു കൊടുത്തു, ജൂതന്മാർക്ക് അങ്ങോട്ട് പ്രവേശനം കൊടുത്തു. കഫർ എറ്റിസൺ ഫീൽഡ് സ്കൂൾ എന്ന് പറയുന്ന ഒരു ഇസ്രയേൽ സ്കൂളിലെ ആളുകൾക്ക് ബുള്ളറ്റ് പ്രൂഫ് ബസ്സുകളിലെത്തി ഈ സോളമൻ്റെ തടാകം സന്ദർശിക്കാൻ അനുവാദം കൊടുത്തു. ഇനി അത് തുടർച്ചയായി ലോകത്തെമ്പാടുമുള്ള ക്രൈസ്തവർക്കും ജൂതന്മാർക്കും വേണ്ടി തുറന്നു കൊടുക്കാനാണ് നെതന്യാഹുവിൻ്റെ തീരുമാനം. അപ്പോൾ നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, ടെമ്പിൾ മൗണ്ടിനെ കുറിച്ച് പറഞ്ഞു. ടെമ്പിൾ മൗണ്ട് എന്ന് പറഞ്ഞാൽ ക്രൈസ്തവരെ സംബന്ധിച്ച് ഏറ്റവും വിശുദ്ധമായ സ്ഥലമാണ്, ജൂതന്മാർക്കും അതെ. അവിടെ ഈ പറഞ്ഞതുപോലെ ലോകത്തെമ്പാടും എവിടെ ആരുടെയെങ്കിലും ക്ഷേത്രമോ പള്ളിയോ കൊണ്ടാൽ അത് തല്ലി പൊളിച്ചിട്ട് കളഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ മോസ്ക് പണിയാന്നുള്ള ഒരു കലാപരിപാടി ഇവർക്കുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയത്, ഇപ്പോൾ നമ്മൾ ബാബറി മസ്ജിദിൻ്റെ കാര്യം അറിയാമല്ലോ, രാമക്ഷേത്രം പൊളിച്ചു കളഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ പണിതാണ് ബാബറി മസ്ജിദ്. അതാണ് ഇപ്പോൾ റീപ്ലേസ് ചെയ്യപ്പെട്ടത്. അതുപോലെ തന്നെ അവിടെ യഹൂദന്മാരുടെ ബൈബിളിലൊക്കെ പറയുന്ന വിശുദ്ധ ദേവാലയങ്ങൾ, വിശുദ്ധ ക്ഷേത്രങ്ങൾ എന്ന് തന്നെ പറയുന്നത്, ആ ദേവാലയങ്ങൾ പൊളിച്ചു കളഞ്ഞിട്ടാണ് അൽ അക്സ ഉണ്ടാക്കിയത്. അപ്പോൾ ജൂതരുടെയും ക്രൈസ്തവരുടെയും ആവശ്യം അവിടെ അൽ അക്സ നീക്കിയിട്ട് അവിടെ തങ്ങളുടെ ദേവാലയം തിരിച്ചു വരണമെന്നാണ് ക്രിസ്ത്യാനികളും ജൂതന്മാരും ആഗ്രഹിക്കുന്നത്. അത് നടപ്പാക്കും എന്ന് ഇസ്രയേലിന് നിശ്ചയദാർഢ്യമുണ്ട്. ഇസ്രയേൽ പറയുന്നുണ്ട്, അവിടെ ആ ലക്ഷ്യം ഞങ്ങൾ നേടും. അതൊരു പക്ഷേ ലോകത്തിലെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഭവമായി മാറിയേക്കാം. കാരണം ബാബറി പള്ളി പോലെ തന്നെ ഒരു തർക്ക വിഷയമാണ് അൽ അക്സ മോസ്ക്. അവിടേക്ക് ഈ പറഞ്ഞ പോലെ മുസ്ലിങ്ങൾക്ക് മാത്രമേ പ്രവേശനം ഉണ്ടായിരുന്നു. പക്ഷേ ഇസ്രയേൽ പോലീസ് മന്ത്രിയായിരുന്ന ബെൻഗിവർ, ഓർക്കുന്നില്ലേ, ബെൻഗിവർ ആ സ്റ്റാറ്റസ് കോ ലംഘിച്ചുകൊണ്ട് അവിടെ പോയി പ്രാർത്ഥിച്ചു. സ്വന്തം നാട്ടുകാർക്ക് വേണ്ടിയിട്ടില്ല. എന്നിട്ട് പത്രക്കാരോട് വിളിച്ചു പറഞ്ഞു, ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു. ജൂതന്മാരത് ചെയ്യാൻ പാടില്ല എന്നാണ് സ്റ്റാറ്റസ് കോ എഗ്രിമെന്റ്. നെതന്യാഹു പോലും ഞെട്ടിപ്പോയിരുന്നു. നെതന്യാഹു പറഞ്ഞു, സ്റ്റാറ്റസ് കോ കരാറിൽ ഞങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു, ഞങ്ങളത് മാറ്റിയിട്ടൊന്നുമില്ല. ബെൻഗിവർ എന്തിനു പോയി എന്ന് എനിക്കറിയില്ല. പക്ഷെ ബെൻഗിവർ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചു. എന്നത് പോകുന്നതേ വിലക്കിയിരിക്കുന്നു. പ്രാർത്ഥന എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇത് രണ്ടും പോലീസ് മന്ത്രിയായിരുന്ന ബെൻഗിവർ ചെയ്തു എന്ന് അദ്ദേഹം പുറത്തു വന്ന് പറയുകയും എന്നിട്ട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചത് യുദ്ധം ചെയ്യുന്ന എൻ്റെ പട്ടാളക്കാർക്ക് വേണ്ടിയിട്ടാണ്.
അപ്പോൾ പിന്നെ നെതന്യാഹുവിനും ഒന്നും മിണ്ടാൻ പറ്റില്ല, ആർക്കും ഒന്നും മിണ്ടാൻ പറ്റില്ല. അദ്ദേഹത്തിന് വലിയ കൈയടി കിട്ടി. എന്നിട്ട് മാത്രമല്ല, ഇവിടെ ടെമ്പിൾ മൗണ്ടിൽ വിശുദ്ധ ദേവാലയം നിർമ്മിക്കപ്പെടും, ടെമ്പിൾ നിർമ്മിക്കപ്പെടും എന്ന് അന്ന് പറഞ്ഞു. അത് വലിയ വലിയ പ്രത്യാഘാതം. ഇസ്ലാമിക ലോകം ഞെട്ടിപ്പോയി. ഈജിപ്ത്, ജോർദാൻ, സൗദി അറേബ്യ, MBSന്റെ സൗദി അറേബ്യ പോലും പ്രതിഷേധിച്ചു. കാരണം ഒരുപാട് കാലത്തെ യുദ്ധങ്ങൾക്കും തർക്കങ്ങൾക്കും ശേഷം ഉണ്ടാക്കിയിരിക്കുന്ന സ്റ്റാറ്റസ് കോ കരാറാണ്. ആ കരാർ ലംഘിക്കപ്പെടും. ലോകത്തെമ്പാടുമുള്ള ഇസ്ലാമിസ്റ്റുകൾക്ക് വല്ലാത്ത ഭയമുണ്ട്. ഏതെങ്കിലും ഒരു ദിവസം ഇസ്രയേലിൻ്റെ ബുൾഡോസറുകൾ അങ്ങോട്ട് ചെന്ന് ഈ അൽ-അഖ്സ മോസ്ക് അങ്ങ് ഇടിച്ച് നിരത്തുമോ എന്നുള്ള പേടി അവരുടെ മനസ്സിൽ എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളിലും ഉണ്ട്. അവർ ഇങ്ങനെ ബലം പിടിച്ച് ചെയ്യാതിരിക്കുക. ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ ഇസ്രയേൽ ചെയ്താൽ ഇസ്ലാമിക ലോകത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇസ്രായേലിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കാൻ പറ്റും. ഇസ്രായേലിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചാൽ എന്താ? ഇസ്രായേൽ ആണവായുധ രാജ്യമാണ്. ഇസ്രായേലിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇസ്രായേലിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചാൽ ഒരു കാര്യമുണ്ട്, ഉറപ്പായിട്ടും അതിൻ്റെ കൂടെ അമേരിക്ക ഉണ്ടാവും. അമേരിക്കയെതിരെ ഭരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഇതൊരു വിശ്വാസമാണ്. മൊട്ടത്തോട് പോലെയാണ് ഈ അൽ-അഖ്സ മോസ്കിനെ സംബന്ധിച്ച്. അവിടേക്ക് ഇസ്രായേൽ കടന്നു കയറില്ല എന്നുള്ള വിശ്വാസം. എപ്പോൾ വേണേലും ഇസ്രായേൽ അത്യാവശ്യം ഇത്തിരി മുട്ടാളത്തൊക്കെയുള്ള രാജ്യമാണ്. കാരണം ഞങ്ങളോട് അനീതി കാണിച്ചാൽ അത്യാവശ്യം കവലച്ചട്ടമ്പിയെ പോലെ പെരുമാറാൻ ഞങ്ങൾക്ക് ഒരു മടിയുമില്ല എന്ന് പലതവണ ഇസ്രായേൽ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അൽ-അഖ്സ ഇരിക്കുന്ന ടെമ്പിൾ മൗണ്ട് ക്രൈസ്തവർക്കും യഹൂദന്മാർക്കും അവകാശപ്പെട്ടമാണ്. ജൂതന്മാരുടെ വാഗ്ദത്ത ഭൂമിയുടെ ഭാഗമാണ് യെരുശലേം. അത് ഞങ്ങളുടെ മാത്രമായിരിക്കണമെന്ന് എക്കാലത്തും ജൂതന്മാർ പറയുന്നുണ്ട്, ഇസ്രായേൽ പറയുന്നുണ്ട്. അതാണ് ലോകത്തിലെ ക്രൈസ്തവരുടെ ആവശ്യം. പക്ഷേ ആ ടെമ്പിൾ മൗണ്ടിന്റെ കാര്യത്തിൽ ഈ ബെൻഗിവർ ഇടയ്ക്ക് ഈ മറ്റേ വെടിനിർത്തൽ ഉണ്ടായപ്പോൾ ബെൻഗിവർ അങ്ങ് രാജിവെച്ചു. ഈ വെടിനിർത്തൽ ഞാൻ അംഗീകരിക്കുന്നില്ല, ഹമാസുകാരെ മുഴുവൻ കൊന്നു തീർക്കാതെ അനുകൂല സമയമായിരുന്നു, ഇപ്പോഴാണെങ്കിൽ മുഴുവൻ തീർത്തലാണ്. എന്താണ് നെതന്യാഹു കാണിച്ചത്? ഞാൻ വെടിനിർത്തലിന് അനുകൂലമല്ല എന്ന് പറഞ്ഞ് മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു. അത് കഴിഞ്ഞ് വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇസ്രായേൽ പിന്നെ ആക്രമണം തുടങ്ങിയപ്പോൾ പുള്ളിയുടെ പാർട്ടിയും കൂടെ തിരിച്ചു വന്ന് വീണ്ടും പോലീസ് മന്ത്രിയായി. അപ്പൊ അത്രയ്ക്ക് ചങ്കൂറ്റമുള്ള, വേണ്ടി വന്നാൽ നെതന്യാഹുവിനും ബദലായിട്ട് ജൂത ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന ആളാണ് ബെൻഗിവറാണ് ഇപ്പോഴത്തെ പോലീസ് മന്ത്രി. ബെൻഗിവറിന്റെ പോലീസാണ് സോളമന്റെ തടാകം എല്ലാവർക്കും തുറന്നു കൊടുത്തത്. അപ്പോൾ ലോകത്തെമ്പാടുമുള്ള ക്രൈസ്തവർക്കും ജൂതമത വിശ്വാസികൾക്കും വലിയ ആവേശം നൽകുകയാണ്. സോളമൻ എന്ന് പറയുന്നത്, ഹെറോഡോട്ടസ് രാജാവ് എന്നൊക്കെ പറയുന്നത്, ഈ ലോകത്തെ ക്രൈസ്തവരുടെയും ജൂതന്മാരുടെയും ചരിത്രവുമായി ഇഴപിരിക്കാനാവാത്ത തരത്തിലുള്ള ബന്ധമുള്ള സ്ഥലങ്ങളാണ്. അപ്പം യേശുദേവന്റെ ജനനം മുതൽ ക്രൂശിലേക്കുള്ള വഴി, ക്രൂസൈഡ് അല്ലേ, ആ വഴി ഉൾപ്പെടെ പീഡാനുഭവങ്ങൾ നടന്ന സ്ഥലം, ഇങ്ങനെയുള്ള സുപ്രധാനമായ ചരിത്ര സംഭവങ്ങളൊക്കെ നടന്ന സ്ഥലങ്ങളൊക്കെ ലോകത്തെമ്പാടുമുള്ള ക്രൈസ്തവരുടെ വികാരങ്ങൾ. ആ സ്ഥലങ്ങളിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങളുടെ അനുമതി വാങ്ങേണ്ടി വരിക, അവരെ പേടിച്ച് ഓച്ചാനിച്ച് നിൽക്കേണ്ടി വരിക എന്നുള്ള വലിയ സങ്കടമാണ്. ഇപ്പൊ ഈ സോളമന്റെ തടാകത്തിലേക്ക് ഒരു വലിയ ടൂറിസം കേന്ദ്രമാക്കി മാറാനുള്ള സാധ്യതയുണ്ട് ലോകത്തെമ്പാടുള്ള. അതുകൊണ്ടാണ് ഒരു സ്കൂളിലെ സ്റ്റാഫിനെ ബുള്ളറ്റ് പ്രൂഫ് ബസ്സുകളിലായിട്ട് അവിടെ കൊണ്ടുവന്ന് ഇന്നലെ ഇറക്കിയത്. ഇത് സത്യത്തിൽ ലോകത്തെമ്പാടുമുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ ഞെട്ടിയിരിക്കുക. പക്ഷെ ഞെട്ടിയവർക്കൊന്നും മിണ്ടാൻ പറ്റില്ല. കാരണം ഇന്നലെ മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞു, പലസ്തീൻ പ്രശ്നം ഇനി എൻ്റെ പ്രശ്നമല്ല, തള്ളിക്കളഞ്ഞു. ഇനിയിപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങൾക്ക് സൗദി കൂടെ ഇല്ലെങ്കിൽ എങ്ങനെ പറയും? കാരണം മക്കയും മദീനയും ഇരിക്കുന്ന സൗദിക്ക് ഹമാസിനെ വേണ്ട, പലസ്തീനെ വേണ്ടെങ്കിൽ പിന്നെ എനിക്കെന്തിൻ്റെ കേടാണെന്ന് മറ്റുള്ളവർ ആലോചിക്കും. അതാണ് ഇപ്പോൾ സംഭവിക്കും. അപ്പോൾ ഈ രണ്ട് തീരുമാനങ്ങളും അടുത്തടുത്താണ് വരുന്നത്. അതായത് സോളമന്റെ തടാകം ഉന്നതമായ സുരക്ഷാ കവചങ്ങൾ ഒരുക്കി കാത്തു വെച്ചിരുന്ന ഇസ്രായേൽ സേന തന്നെ മുൻകൈയെടുത്ത് ദൂതന്മാരെ അങ്ങോട്ട് തിരിച്ചു വിട്ടു. അപ്പോൾ മുഹമ്മദ് ബിൻ സൽമാൻ പറയുന്നു, എനിക്ക് നീ പലസ്തീനൊന്നും വേണ്ട, എനിക്ക് എൻ്റെ കാര്യമുള്ളൂ. ഈ റാഡിക്കലായിട്ടുള്ള ആശയങ്ങൾ, തീവ്രവാദ ആശയങ്ങളുടെ കാലം കഴിഞ്ഞു. ഇനി അതിവേഗത്തിൽ റാപ്പിഡായിട്ടുള്ള പുരോഗതിയാണ് വേണ്ടത്. ഡ്രാസ്റ്റിക് ആയിട്ടുള്ള വേഗത്തിലുള്ള പുരോഗതിയാണ്, റാഡിക്കൽ ആവശ്യങ്ങളല്ല. റാഡിക്കൽ ആൻഡ് റാപ്പിഡ് എന്നാണ് പുള്ളി രണ്ട് വാക്കുകൾ ഉപയോഗിച്ചത്. ലോകം പുരോഗതിയിലേക്ക് നീങ്ങുമ്പോൾ ഞാനും എൻ്റെ രാജ്യത്തെ പുരോഗതിയിലേക്ക് പ്രശ്നം നിർത്തിയിട്ടൊന്നുമില്ല. കാരണം ഈ പലസ്തീൻ്റെ കാര്യം നോക്കിക്കൊള്ളാമെന്ന് ഞാൻ ഏറ്റിട്ടൊന്നുമില്ല. ഞാൻ എൻ്റെ കാര്യം നോക്കുന്നു, എൻ്റെ രാജ്യത്തെ വികസിപ്പിക്കുന്നതാണ് മുഹമ്മദ് ബിൻ സൽമാൻ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കണക്ട് ചെയ്ത് വായിക്കുമ്പോൾ ആഗോള ഇസ്ലാമിക തീവ്രവാദത്തിനും വല്ലാത്ത ക്ഷീണം പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഇപ്പം കാലാവസ്ഥ, രാഷ്ട്രീയ കാലാവസ്ഥ, ഗ്ലോബൽ പൊളിറ്റിക്സ്, ഗ്ലോബലിയുള്ള തീരുമാനങ്ങൾ, ചലനങ്ങളൊക്കെ തങ്ങൾക്ക് അനുകൂലമാണെന്ന് വ്യാഖ്യാനിച്ച് ഇസ്രായേൽ തങ്ങളുടെ സംസ്കാരം, തങ്ങളുടെ പാരമ്പര്യം ഇതൊക്കെ വീണ്ടെടുത്ത് തങ്ങളുടെ കാലത്തെയും സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാനുള്ള ശ്രമം നടത്തുകയാണെന്നുള്ള ആശങ്കയാണ് സോളമന്റെ തടാകം തുറന്നു കൊടുത്തതിലൂടെ കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് രണ്ട് ഭാഗങ്ങളുണ്ട്. അതൊന്ന് അവിടെ ഈ വെസ്റ്റ് ബാങ്കിലാണ് ഇരിക്കുന്നത്. വെസ്റ്റ് ബാങ്കിലെ രണ്ട് പാർട്ട് എ, പാർട്ട് ബി എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങൾ. ഈ പാർട്ട് എ ഭാഗത്താണ് സോളമന്റെ തടാകമുള്ളത്. ഈ എ പോർഷനിലുള്ള
ഭാഗം തുറന്നു കൊടുത്തതുകൂടി സംഭവിക്കാൻ പോകുന്ന മറ്റൊന്നും കൂടിയുണ്ട്. അതായത് വെസ്റ്റ് ബാങ്ക്, ഇപ്പം ഗാസയിലല്ല ഈ സോളമൻ്റെ തടാകമുള്ളത്, വെസ്റ്റ് ബാങ്കിലാണ്. അപ്പോൾ വെസ്റ്റ് ബാങ്കിലെ പാലസ്തീൻ അതോറിറ്റിയുടെ പൂർണ്ണ അധികാരത്തിലുണ്ടായിരുന്ന പോർഷൻ എ എന്ന് പറയുന്ന ഭാഗത്തേക്ക് ഇസ്രയേൽ കയറി എന്നൊരു വ്യാഖ്യാനം. അതായത് വെസ്റ്റ് ബാങ്കിലെ ചില ഭാഗം കൂടി പോർഷൻ എ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്ന സോളമൻ്റെ തടാകം ഉൾപ്പെടെയുള്ള ഭാഗം കൂടി ഇസ്രയേൽ അങ്ങ് സ്വന്തമാക്കി. എന്ന് വെച്ചാൽ അതിക്രമം നടത്താതെ വന്ന് സ്വന്തമാക്കി. ഒരാക്രമണം നടത്തേണ്ടി വന്നില്ല. ഞങ്ങൾ ഇനി ജൂതന്മാരെ കയറ്റിവിടും, ലോകത്തുനിന്ന് വരുന്നവരെയൊക്കെ കയറ്റിവിടും. അപ്പോൾ ഇത് മിലിറ്ററിക്ക് മാത്രമാണ് അവിടെ പ്രവേശനം ഉണ്ടായിരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഇതിനോട് ചേർന്നുള്ള നാബുൽസ് എന്ന സ്ഥലമുണ്ട്. ഈ സോളമൻ്റെ തടാകത്തോട് വരുന്ന നാബുൽസിലാണ് ജോസഫിൻ്റെ ശവകുടീരം. ജോസഫ് ആരാന്നറിയാലോ? ആരാ? യേശുവിൻ്റെ പിതാവ്. അപ്പോൾ അത് എത്രമാത്രം പവിത്രമായ, എത്രമാത്രം നിർണായകമായ ഒരു സ്ഥലമാണ് ഇസ്രയേൽ ഇന്നലെ ലോകത്തെമ്പാടുമുള്ള ക്രൈസ്തവർക്കും ജൂതന്മാർക്കും വേണ്ടി തുറന്നു കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇസ്രയേലിൻ്റെ തീരുമാനത്തിൻ്റെ വലിപ്പം മനസ്സിലാവും. അവിടെയാണ് ജോസഫിൻ്റെ ശവകുടീരമുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.